ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യോക്കിൻ്റെ ഭാഗത്ത് റാപ്പ് ചെയ്തെടുക്കുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ സ്ലീവ്സ് കൊടുക്കാതെ യോക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ രണ്ട് സൈഡിലേക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പെയർ ചെയ്യാനായിട്ട് ഞാൻ അംബ്രല കട്ട് പലാസോ പാൻ്റാണ് കൊടുത്തിട്ടുള്ളത്. റാപ്പ് ചെയ്തതിൽ ഒരു ഭാഗത്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യോക്കിൻ്റെ താഴെ ഭാഗത്തും കട്ട് ബീഡ്സും സീക്വൻസും വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഒരു ക്രഷ്ഡ് ആയിട്ട് വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ പ്ലെയിൻ മെറ്റീരിയൽ 1.5 മീറ്ററും എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ 1/2 മീറ്ററും അതുപോലെ തന്നെ ഞാൻ ലൈനിങ് പീസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്താണല്ലോ നമ്മൾ ഈ ഒരു വർക്ക് മെറ്റീരിയൽ കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനത് 1/2 മീറ്റർ നമുക്ക് മതി. ബാക്കിയൊക്കെ പ്ലെയിൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മാച്ചായിട്ടുള്ള ത്രെഡും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ഞാൻ 2 മീറ്റർ ടോട്ടൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചുരിദാർ സെറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള പീസിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു യോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു പീസിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 17 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് റാപ്പ് ചെയ്തെടുക്കുമ്പോൾ വേണ്ടത് 15 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 17 ഇഞ്ചസ് ആണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അതിനൊന്ന് സ്റ്റഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിപ്പ് നെറ്റും കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈനിങ് പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ലെയറായിട്ടാണ് റാപ്പ് ചെയ്തെടുക്കാനുള്ള ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെറ്റ് നമുക്ക് തെളിഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലൈനിങ് പീസും കൂടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പീസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ ചീത്തവശത്തിനുള്ളിലായിട്ട് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഈ ഒരു ലൈനിങ് പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ആ നെറ്റും ലൈനിങ് പീസൊക്കെ നീങ്ങിപ്പോയിട്ട് ഉള്ളിലേക്ക് മടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നീളത്തിൽ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 2 സൈഡിലും വീതി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിനെ നല്ല വശം പുറത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. സ്റ്റിപ്പ് നെറ്റും ലൈനിങ് പീസൊക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല ചെടിക്ക് നിൽക്കും വേണമല്ലോ, തൂങ്ങി പോവാതെ നല്ല രീതിയിൽ നിൽക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗത്തും വർക്ക് ഉള്ളതും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ആ ഒരു ഇതിൽ ഒരു ഭാഗത്ത് പ്ലെയിനും ഒരു ഭാഗത്ത് വർക്കുള്ള മെറ്റീരിയലും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വീതി എത്ര വരുന്നതെന്ന് നോക്കാം. 7 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലും കൂടുതൽ എടുത്താൽ നമ്മുടെ സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തൂങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ 4 വയസ്സായ കുട്ടികളല്ലേ, അവർക്ക് ഇത് ഇടുമ്പോൾ അധികം ഇറിറ്റേഷനൊന്നും ഇല്ലാതെ ഇടും വേണമല്ലോ. ഇതുപോലെ നോർമൽ യോക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ നോർമൽ എങ്ങനെ ചെയ്തെടുക്കുന്നത് അതുപോലെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴേന്ന് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ ഈ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാനൊരു വര വരച്ചില്ലേ, ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു റാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്ക് സൈഡിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തെടുക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടെയാണ് കേട്ടോ നമ്മൾ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമ്മളൊരു റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മൾ ഈ ഒരു പീസിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. വർക്കുള്ള മെറ്റീരിയൽ ഞാൻ കുറച്ച് കട്ട് ബീഡ്സും സീക്വൻസും ഉപയോഗിച്ചുകൊണ്ട് എംബ്രോയ്ഡറി ഡിസൈനും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതില്ലെങ്കിൽ നമുക്ക് നല്ല വർക്കുള്ളൊരു മെറ്റീരിയൽ ഇതുപോലെ എടുത്തിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് പ്ലെയിനും ഒന്ന് വർക്കുള്ളതാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു യോക്കിലേക്ക് നമുക്കിനി ഈ ഒരു പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വരുന്ന രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഇഞ്ചാണല്ലോ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഭാഗം നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് 3 ഇഞ്ചാക്കി ഇതിനെ ചുരുക്കിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു ഭാഗം ഞാൻ ആ സൈഡിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാക്കിയിട്ടാണ് ഈ ഒരു വർക്കുള്ള മെറ്റീരിയൽ വെച്ചെടുക്കുന്നത്. ഇതിനെയും ഞാൻ സെയിം മെത്തേഡിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗത്തേക്ക് 3 ഇഞ്ചാക്കിയിട്ട് ചുരുക്കുന്നുണ്ട് കേട്ടോ. അത് ടോട്ടൽ 7 ഇഞ്ചാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ 3 പ്ലീറ്റ്സ് 4 പ്ലീറ്റ്സൊക്കെ ഇടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്ലീവ്സിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു വള്ളി വെച്ചിട്ടുള്ള ഭാഗം, അത് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ആ ഭാഗത്ത് കുറച്ച് ലൂസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതെപ്പോഴും നമ്മൾ 1-2 ഇഞ്ച് എക്സ്ട്രാ ലൂസ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നല്ല ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അതിലേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ലൈനിങ് പീസൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുത്തി വെച്ചിട്ടുള്ള പിന്നിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാലൻസ് വന്നിട്ടുള്ള പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് 2 ഇഞ്ചിൻ്റെ ബാൻഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു ഭാഗം നല്ല സ്റ്റഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബാൻഡും കൂടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പം മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നേരെ ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗം ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ റാപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വള്ളി ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ആ വള്ളിയിൽ ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല. അതേപോലെ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ വരുന്നൊരു പീസും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗവും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പീസിലും ഞാൻ സെയിം എംബ്രോയിഡറി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റാപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ തന്നെ മാച്ചാക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇടുമ്പോഴും നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റാണ്, ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഫങ്ഷനൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ നിന്നാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ ഇതിന് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് നമ്മുടെ തുന്നൊന്നും കാണാത്ത രൂപത്തിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നിയാലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും നോർമലാക്കിയിട്ട് ചെയ്യാതെ ഇതുപോലെ വെറൈറ്റി ഒക്കെ ചെയ്യുമ്പോൾ
കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളെപ്പോഴും സെയിം യോക്കൊന്നും ചെയ്യാതെ വെറൈറ്റി ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ കുട്ടികളെ തന്നെ ഇട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ നല്ല ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിലേക്ക് പെയർ ചെയ്യാനായിട്ട് ഞാൻ പലാസോ പാൻ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ തന്നെ അതൊരു നല്ല രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടം കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നെക്കിൻ്റെ ഭാഗം തൂങ്ങിയിട്ട് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 6 ഇഞ്ചിലാണ് ഞാൻ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് രണ്ടും കൂടെ കൂട്ടിയിട്ടിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒരു സ്റ്റിച്ച് അവിടെ മതി. അപ്പോൾ നമ്മുടെ നെക്ക് രണ്ട് സൈഡിലേക്കും ഷോൾഡർ തൂങ്ങി പോവാതെ നെക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു സ്റ്റിച്ചിൻ്റെ ആവശ്യമുള്ളൂ. അതും കൂടി ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സൈഡിലും ചെറിയൊരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഒതുങ്ങിയാണ് നിന്നു കേട്ടോ. മറ്റേത് നമ്മൾ കയ്യിലൊന്നും പിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണ്. ഇതുപോലുള്ള വെറൈറ്റികൾ കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു റെഫറൻസ് പിക്കായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്കത് ചെയ്യണം എന്നുള്ള നമുക്ക് അങ്ങനെ ഒരു മനസ്സിലൊരിതുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഇതിനെ ഹോൾഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഏതായാലും ഈ ഒരു ഔട്ട്ഫിറ്റ് നല്ല സക്സസ് ആയിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.